ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങള് വെറുതെ ചൂണ്ടിരുന്നായിരുന്നു. കൊള്ളാം, നല്ല പണി. നിങ്ങൾ സമയം കളണ്ട് വലുതും പോയി പഠിക്കാൻ നോക്കും. പഠിക്കാൻ പോ ടീച്ചറെ. ദാ പിടിടാ. ടീച്ചർ എന്താ ഇതുവഴി? സുന്ദര ടീച്ചറിന്റെ അടുത്ത് പോവാണോ? ഞാൻ ദേവൻ സാറിനെ അന്വേഷിച്ചിറങ്ങിയതാ. പാടത്തൊക്കെ നോക്കി കണ്ടില്ല. എങ്കിലേ തെങ്ങത്തോട്ടത്തിലുണ്ടാവും. അയ്യോ, ഇനി അത്രയും ദൂരം പോണോ? ഞങ്ങളും ദേവനങ്ങളെ വിളിച്ചോണ്ട് വരാൻ ടീച്ചറെ. അയ്യോ, അത് വേണ്ട. എനിക്കൊരു കാര്യം സംസാരിക്കാനാ. അതിനുവേണ്ടി സാറിന് ഇങ്ങോട്ട് വരുത്തുന്നത് ശരിയല്ലല്ലോ. കാണുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞാ മതി. എന്താ ടീച്ചറെ? നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ഇല്ലേ, അതവിടെ വെക്കണമെങ്കിൽ ദേവൻ സാറിന്റെ ഒരു ലെറ്റർ വാങ്ങിച്ചോണ്ട് ചെല്ലണമെന്ന് കൈമൾ മാഷ് പറഞ്ഞിരിക്കുക. 2 ദിവസം മുമ്പ് ദേവൻ സാറിനോട് ലെറ്ററിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇത്രയുള്ളോ? അങ്കിളിനോട് പറഞ്ഞ് ഞങ്ങൾ ആ ലെറ്റർ വാങ്ങിച്ചോണ്ട് വരാൻ ടീച്ചറെ. മീൻപിടുത്തത്തിനിടയില് മറന്നു പോവോ നിങ്ങള്? ഇല്ലെന്നേ, ഇപ്പൊ തന്നെ ഞങ്ങൾ പോയിക്കോളാം. ടീച്ചർ വീട്ടിൽ പോക്കോ. നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ? ഇക്കാര്യം ഞങ്ങൾ ഏറ്റു ടീച്ചറെ. ശരി, എങ്കിൽ ഞാൻ പോവാ. നമുക്കിപ്പോ തന്നെ പോവാം. പക്ഷേ അങ്കിൾ എങ്ങനെ ലെറ്റർ എഴുതും? അങ്കിളിന് എഴുതാൻ അറിയില്ലല്ലോ. ഒന്ന് പോടെ പുളു അടിക്കാതെ. ഇത്രയും വലിയ അങ്കിളിന് എഴുതാൻ അറിയില്ല പോലും. സത്യോടെ ഞാൻ പറയുന്നേ, അങ്കിളിന് എഴുതാനും വായിക്കാൻ അറിയില്ല. വെറുതെ തർക്കിക്കണ്ട, വാ നമുക്ക് പോവാം. ടീച്ചറിന് വാക്ക് കൊടുത്തല്ലേ? ആ, ഏതായാലും വാ, നമുക്ക് പോയി നോക്കാം. ഇവന്മാരത് എങ്ങോട്ടാ? ഇഡലിക്കുട്ടനും സംഘമാണല്ലേ. ചൂണ്ടയും കൊണ്ടാണ് വരവ്. സൂക്ഷിക്കുന്നത് നല്ലതാ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ആ, അതൊക്കെ സമ്മതിച്ചു. നിങ്ങളെന്താ ഇതുവഴി? ഇതിനകത്ത് മീൻ പിടിക്കാനാണെങ്കിൽ ഇവിടെ നടക്കില്ല. നിങ്ങൾ വേഗം സ്ഥലം വിട്ടോ. അതിനല്ല, അങ്കിളിനെ കാണാൻ തന്നെ വന്നത്. ആ, എങ്കിലും വല്ല പിരിവിനുമായിരിക്കും. അത് കിട്ടിയിട്ട് വേണം ഇവന് ഇഡലി മേടിച്ച് തിന്ന് വയറ് കറക്കാൻ. പോ ചിന്നണ്ണ, ഇത് പിരിവിനൊന്നുമല്ല, വേറൊരു കാര്യമാ. എന്ത് കാര്യ? അന്നത്തെ പോലെ നിങ്ങൾ ടീച്ചറേയും കൂട്ടിയിട്ടല്ലോ വന്നിരിക്കുന്നത്, ആണോ? പറ. അല്ല, പക്ഷെ അല്ല, ടീച്ചർ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നേ. ടീച്ചർ പറഞ്ഞിട്ടോ? ടീച്ചർ എന്താ പറഞ്ഞേ? അണ്ണനോട് ടീച്ചർ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തെങ്കിലും കൊടുക്കാവുന്നോ മറ്റോ? അണ്ണാ, ബ്രേസ്ലെറ്റ്. പറഞ്ഞു. അത് ഇന്നലെ തന്നെ ടീച്ചർക്ക് കൊടുക്കുകയും ചെയ്തല്ലോ. ചുമ്മാ നുണ അറിയില്ല അണ്ണാ. പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണല്ലോ എനിക്ക് ജീവിക്കാൻ. ഇന്നലെ തന്നെ കൊടുത്തെങ്കിലേ അത് വാങ്ങിച്ചോണ്ട് വരാൻ ടീച്ചർ എന്തിനാ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത്? അല്ല, എന്തിന്റെ കാര്യോ? നീ ഒന്ന് തെളിച്ചു വിടാ ഞാനുല്ലേ. അണ്ണാ, ഞാനും അടിച്ചാലും അത്താഴം മുടങ്ങേ. ആ, ഇപ്പൊ ഒരടക്കിനെ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ പോട്ടെ. ലെറ്റർ അല്ലാണ്ട് പിന്നെന്താ? ലെറ്ററോ? എന്ത് ലെറ്റർ? സ്കൂളിൽ കമ്പ്യൂട്ടർ വെച്ചില്ലേ, അതവിടെ വെക്കണമെങ്കിലേ അങ്കിളുടെ ലെറ്റർ വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിരിക്കാ കൈമള് മാഷ്. ഇത് നല്ല കഥ. എടാ, നിന്റെ സ്കൂളിൽ കമ്പ്യൂട്ടർ വെക്കാൻ ഞാൻ എന്തിനാണ് ലെറ്റർ തരുന്നത്? അപ്പോ ഈ ലെറ്ററിന്റെ കാര്യമാണോ ഹരിസാറിന്റെ കയ്യിൽ കൊടുത്താലും മതിയെന്ന് ടീച്ചർ പറഞ്ഞേ? അണ്ണനല്ലേ കമ്പ്യൂട്ടർ കൊടുത്തുവിട്ടത്? അപ്പൊ ലെറ്റർ ആണെന്നേ. കമ്പ്യൂട്ടറോ? ഞാനോ? ഞാൻ കൊടുത്തു വിട്ടുന്ന? നിനക്കൊക്കെ വട്ട് പിടിച്ചോടാ. നിർത്ത്. ഒരു ലെറ്ററിന്റെ കാര്യമല്ലേ, അതിനെ കിടന്ന് തർക്കിക്കേണ്ട കാര്യം എന്തുവാ? ആരെങ്കിലും എഴുതി കൊടുത്താ പോരെ? അയ്യോ, അത് പറ്റൂല. ദേവനണ്ണന്റെ കൈകൊണ്ട് തന്നെ എഴുതി തന്നെ. അണ്ണാ, വെറുതെ സമയം കളയാതെ ഒരു ലെറ്റർ എഴുതി കൊടുത്തേ. ഞാൻ എങ്ങനെ എഴുതാനാ? എന്റെ കാര്യം നിനക്കറിയില്ലടാ. അത് ഞാൻ ശരിയാക്കി തരാം. ഡേയ് ഇഡലി, ലെറ്റർ തരാമായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം, അണ്ണന്റെ കയ്യെ ഉളുക്കിയിരിക്കുക. രാവിലെ കളരിയിൽ വെയിറ്റ് എടുത്ത് പൊക്കിയതാ. 2-3 ആഴ്ചത്തേക്ക് ഒന്നും എഴുതരുതെന്നാ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ, ആരെങ്കിലും എഴുതുന്ന എഴുത്. അയ്യോ, അത് പറ്റൂല. ഞങ്ങളുടെ കൈയക്ഷരേ ആ കൈമണിക്കറിയാം. പിടിവിടാലേ അടിച്ച് പുറം പൊളിക്കുകയാണ്. പിന്നെ എന്താണ് ഒരു വഴി?